കോട്ടയം നഗരമധ്യത്തിലെ കടയിൽ നിന്ന് സ്വർണം വാങ്ങിയ യുവാവ് പണം നൽകാതെ കബളിപ്പിച്ചതായി പരാതി. 2.25 ലക്ഷം രൂപ വില വരുന്ന 26 ഗ്രാം സ്വർണം വാങ്ങിയ യുവാവ് പണം നൽകാതെ മുങ്ങി. ബാങ്ക് നെറ്റ്വർക്ക് തകരാറിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പണം നൽകാതെ മുങ്ങിയത്. കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ഡിസംബർ 31-നാണ് കോട്ടയം ചന്തക്കടവിലെ ശ്രീലക്ഷ്മണ ജ്വല്ലറിയിൽ തട്ടിപ്പ് നടന്നത്. വൈകിട്ട് 4:30 കോഴിക്കോട് സ്വദേശിയായ പ്രവീൺ എന്ന് പരിചയപ്പെടുത്തിയ ആൾ കടയിലെത്തി വിവാഹ വാർഷികമാണെന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് സമ്മാനമായി 26 ഗ്രാം സ്വർണം വാങ്ങി. പണം ഗൂഗിൾ പേ ആയി അയക്കാൻ കഴിയുന്നില്ലെന്ന് സൂചിപ്പിച്ച് പണം അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് തന്റെ അക്കൗണ്ടിൽ നിന്നും പണം പോയെങ്കിലും ജ്വല്ലറിയുടെ അക്കൗണ്ടിൽ കയറാത്തതാണെന്ന് പ്രവീൺ കട ഉടമയെ വിശ്വസിപ്പിച്ചു. 1 മണിക്കൂറോളം കടയിൽ ചെലവഴിച്ച ശേഷമാണ് പ്രവീൺ മടങ്ങിയത്. പണം ലഭിക്കാതായതോടെ കട ഉടമ ബാങ്കിനെയും പോലീസിനെയും ബന്ധപ്പെട്ടെങ്കിലും വർഷാന്ത്യമായതിനാൽ സെർവർ അപ്ഡേഷൻ നടക്കുന്നതിനാൽ 24 മണിക്കൂർ കാത്തിരിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ 31 രാത്രി 9 മണിയോടെ പ്രവീൺ എന്നയാളുടെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആയതോടെയാണ് തട്ടിപ്പിന് ഇരയായതായി ജ്വല്ലറി ഉടമകൾക്ക് മനസ്സിലായത്. ഒരു മോതിരവും മാലയും വേണമെന്ന് അതെടുത്ത് 2,20,000 രൂപയോളം അതിന് ബില്ല് വന്നു. ബില്ല് അപ്പം ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിന്റെ ട്രാൻസ്ഫർ ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നമ്മളെ കാണിച്ചു. നമ്മളതനുസരിച്ച് നമ്മൾ കൊടുത്തു. ബാങ്കിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ താമസിച്ചേ ഉള്ളൂ അതിൻ്റെ ഇത് വരത്തുള്ളൂ, ബാങ്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് താമസം വരും. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പിന്നെ അരമണിക്കൂർ ബാങ്കിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും അങ്ങനെ ഒരു സംഭവം ബാങ്കിലില്ല. പിന്നെ അന്ന് തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. തുടർന്ന് ഇവർ കോട്ടയം വെസ്റ്റ് പോലീസിൽ പരാതി നൽകി. CCTV ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. റിപ്പോർട്ടർ, കോട്ടയം.